ഇങ്ങനൊരു വേദിയിൽ നമുക്ക് വലിയ സ്വീകരണം തന്നതിന് EP ആംബുലൻസിനും ഈ പറഞ്ഞ കേരള വ്യാപാരി വ്യവസായി ഗ്രാമനാട്ട യൂണിയൻ്റെയും എല്ലാ ഭാരവാഹികൾക്കും ഇവിടുത്തെ എല്ലാ വിശിഷ്ടാതികൾക്കൊക്കെ വ്യക്തിപരമായിട്ടും ക്ലബിൻ്റെ പേരിലൊക്കെ നല്ല നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യാത്രയുടെ അനുഭവം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 1-ാം തീയതി നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരുമിച്ച് യാത്ര പോയതാണ്. ഇതിൽ പലരും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ 3-4 ദിവസം പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത്രയും വലിയൊരു ദിവസത്തെ ഇത്രയും വലിയ യാത്ര, ഇത്രയും ദുർഘടമായൊരു യാത്ര ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്നത്. എന്തായാലും മംഗളമായിട്ട് എല്ലാവരും തിരിച്ചെത്തിയതിനെ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും താങ്ക്സ്. ഇതിൽ പിന്നെ അനുഭവം പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറേ നേരം പറയേണ്ട ഒരു ഷാജി ഭായി, അത്രത്തോളം പറയാനുണ്ടാവും. ഇതിൽ നമ്മൾ ഹൈലൈറ്റ് പറയാനുള്ള നമ്മുടെ കൂടെയുള്ള നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള കോയക്ക, അജിയേട്ടൻ, അനിയേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെ പണ്ടും ഇന്നും ഒരേ സ്പിരിറ്റിൽ നിൽക്കുന്ന ഒരുപാട് റൈഡേഴ്സാണ് അവർ. അത് ഓരോ ഒന്നും പറയാനില്ല. അവർക്കുള്ളൊരു വലിയ കൈയടി ഇപ്പം കൊടുത്തേ പറ്റുള്ളൂ. ഒന്ന് നീറ്റിക്കോ. അജിയേട്ടൻ 62, അനിയേട്ടൻ 63, കോയക്ക 58. അങ്ങനെ JK ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കുക. കൃഷ്ണൻകുട്ടി ചേട്ടൻ ഡ്രാക്കുള കൃഷ്ണൻകുട്ടിയാണ് വിളിപ്പേര്, അധികാരം അറിയില്ല. പക്ഷേ അത് കൂടുതൽ ഞാൻ പറയില്ല. നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇതിൽ എടുത്തു വരേണ്ട കാര്യം, പിന്നെ 2 ജീപ്പുണ്ടായിരുന്നു നമ്മളിവിടെ. ഒന്നിവരാണ്. പിന്നെ വിമലേട്ടൻ, അലോക്, അഖി, ഇവരൊക്കെ ബാക്ക് സപ്പോർട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ എല്ലാവരോടും താങ്ക്സ്. അപ്പം 12 ബൈക്കും 2 ജീപ്പുമായിട്ട് നമ്മൾ നടത്തിയ യാത്ര ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ദിവസവും നടന്ന് ഓൺ ഷെഡ്യൂളിൽ ഇങ്ങനത്തെ ഒരു യാത്ര നടക്കുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കുറച്ച് അങ്ങോട്ട് പോകുന്തോറും ആൾക്കാർക്കുള്ള ഹെൽത്ത് പരമായിട്ടുള്ളതാണെങ്കിലും റോഡിലെ ട്രാഫിക് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിലും ഒക്കെ ചില ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ എത്തും, ചില ദിവസങ്ങളിൽ ഭയങ്കര ലേറ്റായിട്ടൊക്കെയാണ് എത്തുക. ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നേരത്തെ തന്നെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഉറക്കം, ഭക്ഷണം, കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് ഈ യാത്ര എത്ര ദിവസം പോയിട്ടുള്ളത്. പക്ഷേ എല്ലാവരും നമ്മൾ പ്ലാൻ ചെയ്തതിലുള്ള 90% സ്ഥലങ്ങളിലും ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട രസമുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓക്സിജൻ്റെ ബുദ്ധിമുട്ടുണ്ടായിപ്പോയതാണ്. അജിയേട്ടന് ചെറുതായിട്ട് ഓക്സിജൻ കിട്ടാണ്ടൊരു ബുദ്ധിമുട്ട് വന്നിട്ട് ഞങ്ങൾ കുറച്ച് അവിടുന്ന് ബുദ്ധിമുട്ടി. അജിയേട്ടൻ ശരിക്കും പറഞ്ഞാൽ അജിയേട്ടൻ അതിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ അന്നേരം നാട് പിടിച്ചിട്ടുണ്ടാവും. കാര്യം ഡോക്ടർ പറയാം, അത്രയും റിസ്ക് എടുത്ത് പറയാം, ഇയാളെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞ് അജിയേട്ടനോട്. ഇവിടുന്ന് ലഡാക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉംലിംഗ്ല പാസ് തന്നെ അവിടുന്ന് പിന്നെയും 2-3 ദിവസത്തെ യാത്ര ഉണ്ട്. അത്രയും ഉള്ളോട്ട് എത്തിയിട്ട് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മാത്രമാണ് അവിടെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ പറഞ്ഞു ഓക്സിജൻ ലെവൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാണ്. അവിടുത്തെ കാര്യം ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ്റെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പുള്ളിക്ക് അതിൻ്റെ കൂടെ ചെസ്റ്റ് ഇൻഫെക്ഷനും കൂടെ ആയി. ഭയങ്കര പൊടിയാണ്, റോഡിലൊക്കെ പൊടിയല്ലേ, പൊടി അടിച്ചിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷനും എല്ലാം കൂടെ ആയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഇവിടെ എന്തായാലും ഈ ആൾട്ടിറ്റ്യൂഡിൽ ഇയാൾ ഇരുത്താൻ പറ്റില്ല, 2000-3000 അടി താഴേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയാൽ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നോർമലി ഡോക്ടർമാർ പറയുന്ന പോലെ മൂപ്പര് ഓക്കെയാണ്, മൂപ്പര് ഓക്സിജൻ വലിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ കാണിക്കുക അല്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകാനുള്ള മാതിരി. പക്ഷെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ പിന്നെ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കിത് കൊണ്ടുപോയേ പറ്റുള്ളൂ, കാര്യം എനിക്ക് നിങ്ങളെ റിസ്കിൽ ഇതിനെ വിട്ടുതരാൻ പറ്റില്ല പറഞ്ഞു. അത്രയും സീനായി. പുള്ളിനെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഓക്സിജൻ സിലിണ്ടർ അവിടെ പൈസ ഒന്നുമില്ല കേട്ടോ. അവിടെ 5 റുപ്യ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും എക്സ്ട്രാ ചിലവൊന്നും വരുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇപ്പം നമ്മൾ അത്രയും ബുദ്ധിമുട്ടല്ലേ, നമ്മൾ ഇത്രയും ബൈക്ക് ഓടിച്ച് രാത്രി ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് പിന്നീട് 3000 അടി താഴേക്ക് ഇപ്പം തന്നെ പോകണമെന്ന് പറയുമ്പോൾ എങ്ങനെ പോകാൻ പറ്റും? ഒന്നെങ്കിൽ അവർ ആംബുലൻസ് വിട്ടുതരാം. ആ സമയത്ത് അവിടെ ആംബുലൻസിലേ വിട്ടുതരാം. പുള്ളി പറഞ്ഞു ഓക്സിജൻ സിലിണ്ടർ ഞങ്ങൾ തരാം, നിങ്ങളെ കൂടെ 4 വീലറല്ലേ ഇതിൽ കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അപ്പോൾ ഈ യാത്രയിലൊരു അനുഭവം ഞാൻ പറയാം. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പോകണമെങ്കിൽ കൂടെ പോകാൻ ആരോഗ്യം ആർക്കാൻ വേണ്ടേ, റെസ്റ്റ് എടുത്ത് വീണ്ടും നമുക്ക് നാളെ വണ്ടി ഓടിക്കാനുള്ളതല്ലേ. അപ്പോൾ അതിന് തയ്യാറായി 2 ആൾക്കാർ. അപ്പോൾ തന്നെ ഞങ്ങൾ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സൂരജും നമ്മളെ അഖിലേഷും കൂടെ അജിയേട്ടനും കൂടെ ഞങ്ങൾ പോകാം, വണ്ടി എടുത്ത് നമുക്ക് ഇപ്പോൾ എവിടെയാ ഡോക്ടർ പറഞ്ഞ പോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് ഓക്സിജൻ സിലിണ്ടർ തരുന്നത്. ഓക്സിജൻ സിലിണ്ടറിൽ ആളെ കയറ്റി അവിടുന്ന് 400 കിലോമീറ്റർ അപ്പുറം ലഡാക്കിലേക്ക് കൊണ്ടുപോയി. അതായത് ലഡാക്ക് 400 കിലോമീറ്റർ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഈ ലഡാക്ക് ടെറൈനിൽ 400 കിലോമീറ്റർ പറഞ്ഞാൽ 2 ദിവസത്തെ യാത്ര പോലെയാണ്. അത്രയും മോശം റോഡുകളും ചുരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത്രയും അടിയിലേക്ക് പിന്നെയും കൊണ്ടുപോയിട്ട് അടിയിലേക്ക് പോകണമെങ്കിൽ പിന്നെ ഒരു കയറ്റം കയറണേ. ശങ്കല പാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഹൈറ്റിലേക്ക് പോയിട്ടാണ് പിന്നെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല ലഡാക്ക് ടൗണിലേക്ക് പോകണമെങ്കിൽ. ലഡാക്ക് ടൗണിൽ പോയിട്ട് വേറെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഖിലേഷിന് ശ്വാസം മുട്ട്.
ഓൻ വിചാരിച്ച് ഇപ്പൊ മരിച്ചു എന്നുള്ള അവസ്ഥയായി. അപ്പൊ അഖിലേഷ് അജിയേട്ടന്റെ അടുത്ത് വെച്ച ഓക്സിജൻ ഒന്നും തോന്നരുത് അജിയേട്ടാന്ന് പറഞ്ഞിട്ട് ആ ഓക്സിജൻ എടുത്തിട്ട് അവൻ വലിച്ചപ്പെട്ട്. അതിന് ആരും നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ ഈ അവസരത്തിലെങ്കിലും? ശരി, ഞങ്ങൾക്ക് എല്ലാവരും കൂടെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ സൂരജിനോടും പറഞ്ഞു മോനെ അറിയിച്ചേക്ക്, മോൻ വന്നിട്ട് ആളെ കൂട്ടിക്കൊണ്ടേക്കോട്ടേക്ക് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ തുരുതുര കോള അജിയേട്ടൻ ലാസ്റ്റ് പറയുന്ന പോലെ എന്താ സൂരജ് പറഞ്ഞത്? ആ പേരും പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൊണ്ടോ ആരെയും ഇങ്ങോട്ട് വന്നാൽ മുട്ടുകാലി ഞാൻ തല്ലിടിക്കുന്നത് പറഞ്ഞു. എന്നിട്ട് ആള് പോയില്ല, ആള് ലഡാക്കിൽ നിന്ന് ഞങ്ങൾ ഈ യാത്രയും കഴിഞ്ഞ് തിരിച്ച് മനാലിയിലേക്ക് എത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ യാത്ര കണ്ടിന്യൂ ചെയ്ത്. ഇത്രയും റിസ്ക് ഉള്ള ഇതിലാണെങ്കിലും ആ മനക്കരുത്ത്, അതാ പറഞ്ഞ ഏജ് ഒരു നമ്പറാണ്. ഇത് ശരീരമൊക്കെ മനസ്സാണ് ഏറ്റവും പ്രധാനം. അത് അജിയേട്ടനും തെളിയിച്ച് ഗോവയ്ക്കാണെങ്കിലും അനിയേട്ടൻ എന്ന് പറഞ്ഞാൽ വേറെന്താ സാധനം, അത് മനുഷ്യല്ലെന്ന് തോന്നുന്നു. അതിനൊരു പ്രശ്നമില്ല. അങ്ങനെ ബാക്കി എല്ലാവരും ഓക്കെ ആയിരുന്നു. അങ്ങനത്തെ രസങ്ങളാണ് കുറേ അനുഭവങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാവരും നേരം പോകും. അതുകൊണ്ട് പിന്നെ റൈഡൊക്കെ എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള അടിപൊളി റൈഡേഴ്സാണ്. റൈഡിലൊന്നും എവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. വണ്ടിക്ക് 1-2 പഞ്ചർ പിടിക്കുക അല്ലാണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അനുമോദിക്കേണ്ട ഒരാളും കൂടെ ഉണ്ട്, നമ്മൾ അഷ്റഫ് ഖാനെ. എത്ര നന്ദി. നമ്മൾ കൂടെ വരേണ്ട ആളെ ഇനി ചില സാങ്കേതിക കാരണങ്ങൾ കൂടാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഷാജിബായിൻ്റെ കൂടെ ഇവിടുത്തെ ഒരുക്കുന്നതും കാര്യങ്ങൾക്കൊക്കെ അന്ന് മുതലേ കൂടെയുള്ള ആളാണ്. താങ്ക് യു അഷ്റഫ് ഖാ. പ്രോഗ്രാം അപ്പം നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ സെപ്റ്റംബർ 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെ മഹാരാഷ്ട്ര കയറി കാശ്മീരെത്തി, കാശ്മീരിൽ ലഡാക്ക് കവർ ചെയ്ത് അങ്ങനെ വരികയാണ്. ഞങ്ങൾ 24 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ലഡാക്ക് കവർ ചെയ്യുന്ന സമയത്ത്. ഇവിടുന്ന് ഓടിച്ചു പോയത് 14 ബൈക്കേഴ്സും 6 പേര് 4 വീലറിലും ഉണ്ടായത്. അവർ തിരിച്ച് എല്ലാവരും സേഫാണ്.